നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സുപ്രധാന കണ്ടെത്തലുമായി CBI. ചോദ്യപേപ്പറുകൾ ചോർന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അവിടെ നിന്നും ചോർന്ന ചോദ്യപേപ്പറുകൾ കേരളത്തിലെത്തിയത് രാജസ്ഥാൻ വഴിയാണ്. മെസ്സേജിംഗ് ആപ്പ് മുഖേനയാണ് ചോർന്ന പേപ്പറുകൾ ഹരിയാനയിലും കേരളത്തിലുമൊക്കെ എത്തിയത്. ഇതിന് പിന്നിൽ രാജ്യവ്യാപകമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകളും CBI പുറത്തുവിടുന്നുണ്ട്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബാലു, രാജ്യത്തെ തന്നെ നടുക്കിയ സംഭവമാണ് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. ഇതിപ്പോൾ എവിടെ നിന്നാണ് എന്നുള്ള വിവരം, കൃത്യമായിട്ടുള്ള കണ്ടെത്തൽ, അത് കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മെസ്സേജിംഗ് ആപ്പ് വഴി എങ്ങനെയാണ് എത്തിയത് എന്നുള്ള വിവരം കൂടി CBI കണ്ടെത്തലിൽ പുറത്തു വരുമ്പോൾ ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കുചേർന്നു, കണ്ണിച്ചേർന്നു എന്നുള്ള വിവരം കൂടിയാണ് ഇനി അറിയാനുള്ളത്. എന്തൊക്കെയാണ് CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്? ബാലു. ഗുഡ് മോർണിംഗ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ പ്രത്യേകമായി സ്ഥാപിച്ച ഈ അതിവേഗ കോടതിയിലാണ് CBI നൽകിയിരിക്കുന്ന ഈ കുറ്റപത്രത്തിൽ വളരെ സുപ്രധാനമായ കണ്ടെത്തലുകൾ ഉള്ളത്. 2026 നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും അന്വേഷണ ഏജൻസികൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന രേഖയാണ്, കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. 13 പേർക്കെതിരെയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ രാജ്യവ്യാപകമായ ഗൂഢാലോചന ഉണ്ട് എന്ന് CBI കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. ഇതിൽ കോച്ചിങ് സെന്റർ ഉടമകൾ, അതുപോലെ തന്നെ ഇടനിലക്കാർ, ഈ സബ്ജക്ട് എക്സ്പേർട്ടുകൾ എന്നിവർ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 മാർഗങ്ങളിലൂടെയായിരുന്നു ഈ ചോർന്ന ചോദ്യപേപ്പർ സഞ്ചരിച്ചിരുന്നത് അല്ലെങ്കിൽ കൈമാറിയിരുന്നത് എന്നാണ് ഇപ്പോൾ CBI വ്യക്തമാക്കുന്നത്. ഇതിൽ ഒന്ന്, ഈ ചോദ്യപേപ്പർ ചോർന്നിരുന്നത് മഹാരാഷ്ട്രയിലാണ്. തുടർന്ന് ഈ ചോർന്ന ചോദ്യപേപ്പറുകൾ രാജസ്ഥാൻ മുഖേനയാണ് കേരളത്തിലേക്കും ഹരിയാനയിലേക്കും എത്തിയിരുന്നത് എന്നാണ് ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്നത്. മെസ്സേജിംഗ് ആപ്പുകൾ വഴി ഇതിന്റെ ഇമേജുകളാക്കിയെടുത്ത്, അതായത് ചോദ്യപേപ്പറിലെ ഇമേജുകൾ എടുത്ത്, ചിത്രങ്ങൾ എടുത്ത് അത് ഈ കേരളത്തിലും അതുപോലെ തന്നെ ഹരിയാനയിലും എത്തിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ CBIയുടെ കണ്ടെത്തലിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ CBI പറയുന്നത്, ഇതിൽ നിർണായകമായ പല റെയ്ഡുകളും നടത്തിയിരുന്നു. അതിൽ ഈ കുറ്റവാളികളുടെ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ ചിലരുടെ വീടുകളിൽ നിന്ന് സുപ്രധാനമായ രേഖകൾ ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും ഈ കുറ്റപത്രത്തിൽ CBI വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിവേഗ കോടതിയിലെ നടപടികൾ ഉടൻ ആരംഭിക്കുന്നതായിരിക്കും. 3 മാസത്തിനുള്ളിൽ തന്നെ ഈ 13 പ്രതികൾക്കെതിരായ ഈ വിചാരണ അത് പൂർത്തിയായി വിധി പ്രസ്താവിക്കണം എന്നാണ് ഇപ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്.